പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായ സംഭവത്തിൽ കൊട്ടാരത്തിലെ നിത്യസന്ദർശകർക്കെതിരെ ഡിജിപി റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായും കവടിയാർ കൊട്ടാരത്തിൽ നിന്നുള്ള ആൾക്കാർ ആദിത്യവർമ്മയുടെ ഏറ്റവും അടുപ്പക്കാർ എന്നാണ് ഡിജിപിയുടെ റിപ്പോർട്ടിലുള്ളത്. അന്തപുരത്തിലേക്കാണോ അന്വേഷണം? തീർച്ചയായും അന്തപുരത്തിലേക്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും. എങ്ങനെയാണ് ഈ ഒരു വിവരം പുറത്തുവരുന്നത്? സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയാണ് ഡിജിപിക്ക് ഒരു റിപ്പോർട്ട് നൽകുന്നത്. നമ്മൾ ഇത്രയും നാൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചായിരുന്നു നമ്മൾ ഇത്രയും നാൾ ചർച്ച ചെയ്തത്. പക്ഷേ അതിലുമൊക്കെ എത്രയോ വലിയ രീതിയിലുള്ള കൊള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നു എന്ന വിവരങ്ങൾ എങ്ങനെ നമുക്കറിയാം? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവുമല്ലോ വിനിഷ. എത്രയധികം സുരക്ഷാ സംവിധാനങ്ങൾ കടന്നു വേണം അവിടെ ഭഗവാന്റെ മുന്നിലെത്തിയൊന്ന് തൊഴാൻ എന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ആ നിയന്ത്രണങ്ങൾ വന്നത്? അവിടെയുള്ള സ്വർണ്ണ ശേഖരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ABC നിലവറയിലെ സ്വർണ്ണ ശേഖരങ്ങളെ സംബന്ധിച്ച്, വജ്രങ്ങളെ സംബന്ധിച്ച്, രത്നങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി വാർത്തകളിലൂടെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതിന് പിന്നാലെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ശക്തമാക്കുന്നത്. അതിന്റെ ഏത് ഭാഗത്ത് പോയാലും തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ മറികടന്നു വേണം അകത്തെത്താൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ. അപ്പോൾ ഈ സുരക്ഷാ സംവിധാനങ്ങളൊന്നും കൃത്യമായ രീതിയിൽ അവിടെ നടക്കുന്നില്ല എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നോക്കൂ, അവിടെ ഭക്തർ കാണിക്ക കൊടുത്ത 78 ഗ്രാം സ്വർണം അവിടെ ഒന്ന് പോയിട്ടുണ്ട്. പിന്നെ ഒരു സ്വർണ്ണ വിളക്ക്, അതെന്തോ അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോയതാണ്, 6 മാസമായി തിരികെ വന്നിട്ടില്ല. പിന്നെ ഒരു വൈര്യമാല അവിടെ ഒന്ന് പോയിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെ കണക്കിൽപ്പെടാത്ത എത്രയൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ അക്കാര്യങ്ങളിലേക്കൊക്കെ വിശദമായി പോകേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പ്രധാനമായുള്ള ഒരു ശുപാർശ. ക്ഷേത്രത്തിലെ ഈ സ്വർണ്ണക്കട്ടികൾ സൂക്ഷിക്കുന്ന ക്രമീകരണം അത് മാറ്റണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. നോക്കൂ, ഞാൻ പറഞ്ഞതുപോലെ സുരക്ഷാ സംവിധാനം സാധാരണക്കാരായ ആളുകൾക്കാണ്, നമ്മളെ പോലെയുള്ളവർക്ക് പോകുമ്പോഴാണ് അവിടെയുള്ളത്. പക്ഷേ കവടിയാർ രാജ കുടുംബാംഗങ്ങൾ അവിടെ എത്തുമ്പോൾ ഈ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. അവിടെ രാവിലെ ഒരു 8 മണി 8:30 ആകുമ്പോൾ അവിടെ നിന്നുള്ള ഒരു പ്രതിനിധി അവിടെ തൊഴാനെത്തും. അപ്പോൾ പുറത്തുനിന്നുള്ള ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. അദ്ദേഹം അവിടെ വന്ന് തൊഴുതു പോയി കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരെ കയറ്റി വിടുകയുള്ളൂ എന്നാണ്. അത്രയധികം ഒരു പ്രൈവസി അവർക്കവിടെയുണ്ട്, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിലും അത് പറയുന്നുണ്ട്. ആദിത്യവർമ്മയുമായി ബന്ധമുള്ള പലരും ഈ സുരക്ഷാ സംവിധാനങ്ങളൊന്നും പാലിക്കാതെ അവിടേക്ക് സ്ഥിരമായി എത്തുന്നു, അവിടെ നിന്ന് പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകളിൽ ഈ പരാമർശങ്ങളുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി പറയണം. കഴിഞ്ഞ മാർച്ചിൽ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് അവിടെ അലമാരയിൽ നിന്ന് 2 കോടിയോളം രൂപയുടെ സ്വർണം നഷ്ടമായി എന്നാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നതും വിലമതിക്കാനാകാത്ത വജ്രങ്ങളുണ്ട്, സ്വർണ്ണ ആഭരണങ്ങളുണ്ട്, സ്വർണ്ണ നാണയങ്ങളുണ്ട് എന്ന തരത്തിൽ പരാതി നൽകിയിരുന്നു. അതിൽ അന്വേഷണം നടക്കുന്നതേയുള്ളൂ. അത് എവിടെ പോയി, ആര് കൊണ്ടുപോയി എന്നൊന്നും അറിയില്ല. പക്ഷെ പറയുന്നത് ഈ കവടിയാർ കൊട്ടാരം ഈ പറയുന്നത് പോലെ CCTV നിരീക്ഷണങ്ങളോടുകൂടി പുറത്തുനിന്ന് എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു സ്ഥലമല്ല, അവിടെ അനുമതി എടുത്ത് മാത്രമേ കയറാൻ കഴിയുള്ളൂ. ഒന്നുകിൽ അതിനകത്തു നിന്നുള്ള ഒരാൾ തന്നെ അടിച്ചു മാറ്റിയതാകാം, അല്ലെങ്കിൽ അവിടെയുള്ള ജീവനക്കാർ ആരെങ്കിലും കൊണ്ടുപോയതാകാം എന്ന തരത്തിലൊക്കെയാണ് നിരീക്ഷണങ്ങൾ. അന്വേഷണം നടക്കട്ടെ, അത് വ്യക്തമാകട്ടെ. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ദേവസ്വം മന്ത്രി മുരളീധരൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ്, കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തോന്നുന്നു സർ? ദിവ്യ പറഞ്ഞ വളരെ വളരെ ശരിയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ VS ഉണ്ടായിരുന്ന കാലത്തെ നമുക്ക് പിന്നെ ഒരു നിലപാട് അതിനകത്തുണ്ടായിരുന്നു. ഈ രാജാവൊക്കെ പോയിട്ട് കാലം കുറയായി. രാജാവ് അവരുടെ ആചാരങ്ങൾ, അവരുടെ വലിയ മേന്മ പറച്ചിൽ, ഇതൊക്കെ പോയിട്ട് കുറയാല്ലേ. എന്താ മിസ്റ്റർ ഇതൊരു പേര് വിളിക്കുമായിരുന്നല്ലോ പിന്നെ ഇദ്ദേഹത്തിന്റെ. ഇപ്പൊ അവിടുത്തെ മരിച്ചുപോയ മാർത്താണ്ഡവർമ്മ അല്ലല്ല, ഇപ്പോഴവിടുത്തെ ചുമതലയിലുള്ള പിന്നെ എനിക്ക് പേര് വിട്ടുപോയി. ഇപ്പൊ ചുമതലയുള്ളത് ആദിത്യവർമ്മ. VSന്റെ പ്രശ്നം VS ഉന്നയിക്കുന്ന മാർത്താണ്ഡവർമ്മയാണ്. അതെ, അല്ല, ഇദ്ദേഹത്തെ എല്ലാവരും രാജാവ്, തിരുവിതാംകൂർ മഹാരാജാവ്, മറ്റേത് അങ്ങനെ ആളുടെ പേര് VS മിസ്റ്റർ ആദിത്യ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഈ ജനായത്ത ഭരണത്തില്. അല്ലാതെ ഇവർക്കാർക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ മഹിമയോ അല്ലെങ്കിൽ വേറെ പദവിയോ ഒന്നും അവകാശപ്പെടാനില്ല. ഇവർ വരുന്ന സമയത്താണ്, ഇവർക്ക് പ്രവേശിക്കുന്ന വഴിയിലൂടെ പ്രവേശിക്കാവുന്ന ഏതൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ മാത്രമാണ് പിന്നെ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ കടന്ന് ചെല്ലാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ഗ്രീൻ ചാനൽ, ഒരു ഗ്രീൻ ചാനൽ. അപ്പൊ അതല്ലേ നോക്കേണ്ടത്, അത് നോക്കണം. അത് മാത്രമല്ല, അവിടുത്തെ പിന്നെ CCTV ക്യാമറകൾക്ക് പലതും കേടുവരുത്തിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു എന്താ പറയുക, വലിയൊരു സമ്പത്താണ്, ഇത് നാടിന് അവകാശപ്പെട്ടതാണ്, അതൊരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ അവസാനം ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് ആരും അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
വളരെ വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്. ശരിക്കുള്ള പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ എവിടെ നിന്നുള്ള ആൾക്കാരെ ആണെങ്കിലും കൊണ്ടുവന്നിട്ട് പിന്നെ ന്യായപ്രകാരം അത് വിചാരണ ചെയ്യേണ്ട ഒരു കേസാണ്. അതിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ നമുക്ക് പലതും ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് വിവരങ്ങളുണ്ടായിരുന്നു, കൂടുതൽ വിവരങ്ങളുണ്ടായിരുന്നു. അതൊന്നുമല്ല, ഇത് ഭയങ്കര ഒരു നിഗൂഢമായ ഒരു ഏർപ്പാടാണ്. ആ നിഗൂഢമായ ഏർപ്പാടായതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അറിയപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പുറത്തു വരണത്, ഈ നിലവറകളെല്ലാം, ഈ ഗൂഢതയുടെ നിലവറകളെല്ലാം തുറന്നു കിടക്കട്ടെ. അതാണ് ഏറ്റവും നല്ലത്, അതാണ് ആവശ്യം. അത് തുറക്കുമോ റാവു? തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു സാധ്യത? തുറക്കാണ് വേണ്ടത്. കാരണം ഇപ്പോൾ തുറക്കാനുള്ളൊരു സാധ്യത, തുറക്കാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇതിനകത്ത് വരുത്തേണ്ട ഒരു വ്യക്തത എന്ന് വെച്ചാൽ ഈ മുതൽ എന്ന് പറഞ്ഞിട്ട് കസ്റ്റോഡിയൻ ഇപ്പൊ സർക്കാരാണല്ലോ. അപ്പോൾ അതിനെ സൂക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ആ സൂക്ഷിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ അവലംബിക്കണമോ അതൊക്കെ ചെയ്യല്ലേ വേണ്ടത്. ഇപ്പൊ എന്താണ് ഇപ്പൊ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതിന് മുൻപും വലിയ തോതിലുള്ള സ്വർണ്ണമോഷണ വിവാദം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ രണ്ടുപേരും ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൽ രാജകുടുംബത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിലപാട് സർക്കാർ തന്നെയും സ്വീകരിക്കും. മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ തന്നെയും അവിടുത്തെ രാജകുടുംബാംഗങ്ങളാണ് അതിനകത്ത് സംശയകരമായി ഇടപെട്ടതെന്ന് നിശിതമായ വിമർശനം ഷാർപ്പായി വ്യക്തമായി ഉന്നയിച്ചിട്ടുള്ളതാണ്. കാരണം ആക്സസ് അവർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഫ്രീ ആക്സസ് അവർക്ക് മാത്രമാണ്. ബാക്കി നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ അവിടെ പ്രവേശിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, അവിടെ ഈ പറഞ്ഞ സെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ പരിഗണിക്കുന്നുണ്ടോ, വിശ്വാസപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, വിശ്വാസികളാണോ, ഇതെല്ലാം പരിശോധിച്ചാൽ അകത്ത് കയറ്റുള്ളൂ. സെക്യൂരിറ്റി പരിശോധന ഒന്ന്, വിശ്വാസ പരിശോധന അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അതില്ലാതെ അതിനകത്ത് കിടക്കാൻ പറ്റില്ല. അതിൽ ഇളവ് കിട്ടുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്ന ആൾക്കാർ, പരിശോധനയില്ലാത്തവർ. പരിശോധിക്കുന്നത് എന്തിനാണ്? നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സംഗതികൾ, മോശം സ്ഫോടക വസ്തുക്കൾ പോലുള്ള അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, മോഷ്ടിക്കാൻ ആവശ്യമായ എന്തെങ്കിലും വെപ്പൺസ് ഓർ ടൂൾസ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ, തിരിച്ചു വരുമ്പോൾ പരിശോധന എന്തിനാണ്? നമ്മൾ അതിന് വല്ല എടുത്തുകൊണ്ട് വരുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഈ വിശ്വാസപ്രകാരം തന്നെ ഇവർ പറയുമല്ലോ, ഈ രാജകുടുംബാംഗങ്ങൾ അതിനകത്ത് പോയി അവർ തൊഴുത് തിരിച്ചിറങ്ങി വരുമ്പോൾ കാല് തമ്മിൽ കൂട്ടി തട്ടിയിട്ടാണ് തിരിച്ചിറങ്ങി വരിക. കാരണം ഭഗവാന്റെ മണലത്തരി പോലും കാലിലുണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് അവരുടെ രാജകുടുംബ വിശ്വാസം അത്രേ. അങ്ങനെ ഇരിക്കെ അവരുമായി ബന്ധപ്പെട്ട എത്ര അലിഗേഷൻസ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു. അവരുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് വലിയ അലിഗേഷൻ. കാരണം ഇതിനേക്കാൾ കൂടുതൽ സ്വത്ത് അവിടെ നിന്ന് നിലവറയിൽ നിന്ന് സ്വർണ്ണ സംഗതികൾ, ഫിക്സ് ചെയ്തിരിക്കുന്ന സംഗതികളൊക്കെ അറുത്തു മാറ്റിയതുപോലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിനെല്ലാം ശേഷം സർക്കാർ അവിടെ ഭയങ്കര സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ്, വൻ സുരക്ഷാ സംഗതികൾ കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ടും സ്വർണം പോകുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ അവിടെ ഇരിക്കുന്ന സ്വത്തിൻ്റെ മൂല്യം ഒന്ന്, അതിൻ്റെ പൗരാണികമായിട്ടുള്ള ഒരു ആൻറ്റിക് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാൻ കഴിയാത്തതാണ്. വെറും സ്വർണ്ണത്തിൻ്റെ വില മാത്രമല്ല, സ്വർണ്ണത്തിന് ഇപ്പോൾ ഭയങ്കര വിലയാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ ആൻറ്റിക് വാല്യൂ ആൻഡ് പൗരാണിക വാല്യൂ, വിശ്വാസപരമായ വാല്യൂ, ഇതെല്ലാം കൂടെ ചേർത്താൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് രാജാവ് എന്ന നിലയ്ക്കുള്ള പവർ ഉപയോഗിച്ച് അദ്ദേഹം നാട്ടിൽ നിന്ന് വിരിച്ചെടുത്തിട്ടുള്ള ഒന്നാണ്. എന്നിട്ട് അദ്ദേഹം അത് തൃപ്പണ്ടിദാനം അങ്ങനെ തന്നെ പറയാം, അങ്ങനെ കൊണ്ട് അദ്ദേഹം കൊടുത്താണ്. അത് വേറെ തന്നെ ഒരു വിഷയമാണ്, കുറച്ചൊരു വിശദമായ വിഷയമാണ്. ഞാൻ പറഞ്ഞ ഇത് ഒരു സർക്കാർ കസ്റ്റോഡിയനായിട്ടുള്ള ഒരു പൗരാണിക സ്വത്താണ്. ആ സ്വത്തിനകത്ത് ആർക്കെങ്കിലും ഫ്രീ ആക്സസ് കൊടുക്കുന്നതിന്, സ്വത്ത് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി റീസൺ വെച്ചുകൊണ്ടുള്ള ഫ്രീ ആക്സസ്, അല്ലെങ്കിൽ എല്ലാവർക്കും, ചില ആളുകൾക്ക് മാത്രമേ ഇളവ്, കൂടെ വരുന്നവർക്ക് ഇളവ്. അടിസ്ഥാനപരമായി വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ദൈവം, ഒരു ദേവത, അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് വിശ്വാസ ബിംബങ്ങൾ, അതിലെല്ലാവരും തുല്യരായിരിക്കണ്ടേ? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ ഒരു പ്രത്യേക ക്ലാസ്സിനോ മാത്രമായി സവിശേഷത അനുവദിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ. അവിടെ എല്ലാവർക്കും തുല്യത ഉണ്ടാവണം. ഇനി പോട്ടെ, വിശ്വാസപരമായിട്ട് രാജകുടുംബത്തിന് എന്തെങ്കിലും സവിശേഷത കൊടുക്കാൻ വിശ്വാസികൾ തുനിഞ്ഞ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവരുടെ കാര്യം. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ സ്വത്ത് സംരക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഗവൺമെൻറ് മറുപടി പറയുന്നതാണ്. സോ അതുകൊണ്ട് ഈ വിവാദങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഇനിയെങ്കിലും ഗവൺമെൻറ് ചെയ്യേണ്ടത്, അങ്ങനെ ഈ സെക്യൂരിറ്റി റീസൺസ് വെച്ചുകൊണ്ട് ആർക്കും പ്രത്യേകമായുള്ളതൊന്നും കൊടുക്കാൻ കഴിയില്ല. എല്ലാവരും സെക്യൂരിറ്റി ചെക്കും പാലിച്ചു പോയാൽ മതി എന്ന് തീരുമാനിക്കാൻ കഴിയണം. അതിന് ഒരു രാജഭക്തരെയും ഈ ഭരണകൂടം പേടിക്കേണ്ടതില്ല. അങ്ങനെ പറയാൻ കാരണം വി എസ് അച്യുതാനന്ദൻ ഇതിനേക്കാൾ വലിയ രാജഭക്തി കൊടികുത്തി വാഴുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. നമ്മളൊക്കെ അവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ ആൾക്കാർക്ക് രാജാവ് ഇപ്പോഴും അവിടെ ഇപ്പോൾ നമ്മൾ ഓട്ടോക്കാർക്ക് ചോദിച്ചാൽ രാജഭരണം മതിയായിരുന്നു, ജനാധിപത്യമാണ് മൊത്തം ഒന്ന് കുഴപ്പമാക്കിയെന്നൊക്കെ പറയുന്ന ഒരു പ്രായമായ മനുഷ്യന്മാരെ കാണാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ സെന്റിമെന്റ്സിന്റെ എല്ലാം മേലെ കൂടെയാണ് വി എസ് അച്യുതാനന്ദൻ സംസാരിച്ചിട്ടുള്ളത്. വി എസ് അച്യുതാനന്ദൻ കടുത്ത ഭാഷയിലാണ് രാജാവ്, രാജവംശം എന്ന് പറയുന്നതിന്റെ ഇപ്പോഴും അതിന്റെ ഖ്യാതി പേര് നടക്കുന്നവരെ വിമർശിച്ചത്. എന്ന് മാത്രമല്ല, മോഷണ കേസിലടക്കം അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ആ കുടുംബത്തിനെതിരെ ഉന്നയിക്കുന്ന നിലയുണ്ടായി. എന്നിട്ട് വി എസ് അച്യുതാനന്ദന് വല്ലതും പറ്റിയോ? വി എസ് അച്യുതാനന്ദന്റെ പോപ്പുലാരിറ്റിയിൽ വല്ലതും പറ്റിയോ? വി എസ് അച്യുതാനന്ദന് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായോ? ഇല്ല. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ പോലും CPM നമുക്ക് പറയാനുള്ളതായിരുന്നു. വി എസ് അച്യുതാനന്ദനെ എടുക്കേണ്ട പൊസിഷൻ കൃത്യമായിട്ട് എടുക്കേണ്ട സമയത്ത് പലപ്പോഴും എടുത്തു പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അതുകൊണ്ട് അതിനൊന്നും അങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അത്തരം ആൾക്കാരല്ല നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള നിലപാടിൽ എടുത്തു പോകാൻ സർക്കാരിന് കഴിയണം. പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കാൻ കുറെ മാസങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് ഒരു കിണ്ടി പോയിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റെത്തിയ ഒരു സംഘം അറിയാതെ ബാഗിലിട്ട് പോയത് അമൂല്യ വസ്തുവാണോ എന്ന് അറിയില്ല. പക്ഷെ അത് മണിക്കൂറുകൾക്കകം അത് CCTV നോക്കുന്നു, അവർ വിളിച്ചു വരുത്തുന്നു,
അത് തിരിച്ചു കിട്ടി. ആ ഒരു കിണ്ടി പോയിടത്തുനിന്ന് ഇത്രയധികം സ്വർണ്ണ നാണയങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് പക്ഷെ മനസ്സിലാക്കി ഞാനൊരു പ്രവചനം കൂടി നടത്തുകയാണ്. ഈ സർക്കാർ രാജകുടുംബത്തെ വിഷമിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ രേഖപ്പെടുത്തി വെച്ചു. അത് ഈ സർക്കാർ എന്നല്ല, ഒരു സർക്കാരും എടുക്കുമായിരുന്നില്ല. ഈ സർക്കാർ സവിശേഷമായി ഞാൻ പറയും. സവിശേഷമായി ഞാൻ യോജിച്ചു. ഇത്ര എലമെന്റ്സിനോടെല്ലാം ഭയപ്പാടോടെ അകലത്തോടെ ആദരവോടെ നിൽക്കുന്ന ഒരു സർക്കാരാണ്. ഒന്നും ചെയ്യാൻ പോകുന്നത്. ഞാൻ യോജിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് കാണണം. കാണിക്കണം. അപ്പോൾ നിഗൂഢതയുടെ നിലവറകൾ തുറക്കുമോ, ആ ലക്ഷ്യത്തിലേക്ക് വി ഡി സതീശൻ സർക്കാർ കടക്കുമോ എന്നുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം.